ഇത് നമ്മുടെ ഡോക്ലയാണ്, ഗുജറാത്തി ഡിഷായ ഡോക്ല. ये मेरे ख्याल से मेरे आंखों में 10 के अंदर ही दिखाई दे रहा है. ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാടൻ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്ന നമ്മുടെ ഹോട്ടൽ താജ് റിസോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഇവർ റെക്കമെൻഡ് ചെയ്തൊരു സ്ഥലമായിരുന്നു പിഞ്ച് ഓഫ് സ്പൈസ്. അവിടെ പോയിരുന്നു. അത് കിഡിലർ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ആഗ്രയിൽ വന്നു കഴിഞ്ഞാൽ എവിടെ താമസിക്കണം എന്നുള്ളത് വലിയൊരു ഡിസ്കഷൻ പോയിന്റ് ആയിരുന്നു. അപ്പോൾ ഓൺലൈനിലൂടെ ഒരുപാട് സെർച്ച് ചെയ്യാൻ റിവ്യൂസ് എല്ലാം നോക്കിയതിന് ശേഷം ഈ റിസോർട്ട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജ് റിസോർട്ട് എന്ന് പറയുന്നത് താജ്മഹലിൽ നിന്നും വളരെ അടുത്തുള്ളതാണ്. ഏകദേശം ഒരു 500 മീറ്റർ ഉള്ളൂ. ഇവിടുന്ന് രാവിലെ നമുക്ക് നടന്നു പോകാൻ പറ്റിയ റിസോർട്ട് ആയതുകൊണ്ടും മാത്രമല്ല ഇത് അത്യാവശ്യം നല്ലൊരു സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഇതൊരു 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പ്രൗഢിയിലും പിന്നെ ഒരു ട്രഡീഷണൽ ടച്ചെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ ലോബിയെല്ലാം അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം വളരെ ഈസി ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവർ നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയി. ഈ പോകുന്ന ഇടനാഴിയെല്ലാം മനോഹരമായ ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് പിക്ചേഴ്സൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. 4 സ്റ്റാർ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ റൂമിനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. മനോഹരമായിട്ട് അതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തരം ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഔട്ട് സൈഡ് മനോഹരമായ വ്യൂസൊക്കെ ഉള്ള റൂം തന്നെയായിരുന്നു. ബാത്റൂമും നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ഇടനാഴിയിലൂടെയൊക്കെ നടന്ന് മനോഹരമായ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് ഞാൻ അങ്ങനെ റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. റൂഫ് ടോപ്പിലാണെങ്കിൽ കിടിലം ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ആരും കാണുന്നില്ല, പക്ഷേ നല്ലൊരു ആംബിയൻസ് ആണ്. വൈകുന്നേരം പാർട്ടി നടത്താൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ്. റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ഇവിടെ എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സൈഡിൽ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആഗ്ര സിറ്റിയുടെ കുറച്ച് പാർട്ടിയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റെയർ കയറി മുകളിൽ പോയാൽ വീണ്ടും അവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റി എല്ലാം അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പാർട്ടുണ്ട്. അവിടെ കയറുന്നത് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഒരു വൈബാണ്. അത്യാവശ്യം മൂടൽമഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഏകദേശം ഒരു 5 മണിയേ ആയിട്ടുള്ളൂ. അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൂര്യനും അതുപോലെ തന്നെ മൂടൽമഞ്ഞും താജ്മഹൽ ദൂരെ ഇങ്ങനെ കാണുന്നത് ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറേ നേരം ചില്ല് ചെയ്തു കേട്ടോ. നല്ല സൂപ്പർ ഒരു സ്ഥലമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ഇവിടെ നിൽക്കുമ്പോൾ. അതുപോലെ ആഗ്ര സിറ്റിയുടെ കുറച്ച് നല്ല വ്യൂസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ കുറച്ച് പാട്ടോ എന്തൊക്കെയൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. നല്ല ഒരു കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ലോബിയിൽ വന്നു. ഇവിടെയും ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. രാത്രിയിലാണെങ്കിൽ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് നമ്മുടെ റിസോർട്ട് കാണുന്നത്. റിസോർട്ടിൻ്റെ മുന്നിൽ നിന്ന് തന്നെ നമ്മളൊരു ആട്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ ടാക്സി കിട്ടുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് ആട്ടോ കിട്ടും. അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ പിഞ്ച് ഓഫ് സ്പൈസ് എന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ കണ്ട ആഗ്ര സിറ്റിയുടെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നെല്ലാം മാറി ലൈറ്റ്സൊക്കെ വന്നപ്പോൾ നല്ല ഒരു വൈബിലോട്ടെല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ തണുത്ത കാറ്റൊക്കെ അടിച്ച് നമ്മൾ രാത്രി ആട്ടോയിൽ ഈ റൈഡിങ്ങിനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട പകൽ സമയത്ത് കണ്ട ഗോപാൽദാസ് പേട്ടവാലയുടെ ബിൽഡിങ്ങെല്ലാം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതൊക്കെ ലൈറ്റ്സ് കേട്ട് നല്ല രസകരമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിഞ്ച് ഓഫ് സ്പൈസ് എന്ന ആഗ്രയിലെ വൺ ഓഫ് ദി ഫേമസ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ബാർ അറ്റാച്ച്ഡ് റെസ്റ്റോറൻ്റ് ആണ്. ആഗ്രയിലെ മിക്ക വലിയ റെസ്റ്റോറൻറ്റ്സും ബാർ അറ്റാച്ച്ഡ് തന്നെയാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ, ഫോറിൻ ടൂറിസ്റ്റുകൾ, ഇന്ത്യൻ ടൂറിസ്റ്റുകളും ഒക്കെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബാർ കൗണ്ടറാണ്. മനോഹരമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ബാർ കൗണ്ടറാണ്. ഒരുപാട് കോക്ടെയിൽസൊക്കെ അവർ അവിടെ നിന്ന് മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതും ഇനി ലോകത്ത് കിട്ടാനുള്ള എല്ലാത്തരം ലിക്കറും അതുപോലെ തന്നെ എല്ലാത്തരം വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു ടേബിളൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇവന് കുറച്ച് ഉപ്പിലിട്ട സംഭവങ്ങളും കുറച്ച് സോസസും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ വെറൈറ്റി ആയിട്ട് ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കുറച്ച് ചട്നീസും കാര്യങ്ങളൊക്കെയാണ്. കൊറിയാണ്ടർ ചട്നിയൊക്കെ തന്നിട്ടുണ്ട്. ഈ ഒരു ഉള്ളിയുണ്ടോ, ഇത് ഇവർ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന സംഭവം അടിപൊളിയാണ്.
ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഹോട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നത് നല്ലതാണ്. ബിയറിൻ്റെ കൂട്ടത്തിൽ റോസ്റ്റഡ് പീനട്ട്സ് എല്ലാം ഒരു തന്നിരുന്നു, നല്ല മസാല കോട്ടിങ്ങോട് കൂടിയ നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. അപ്പം ബിയറിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ആവശ്യമുള്ളവർ കഴിച്ചാൽ മതി. അപ്പോൾ ബിയർ മാത്രമല്ല, നമ്മളിവിടെ നിന്ന് കുറച്ച് അടിപൊളി ഡിഷൊക്കെ ഓർഡർ ചെയ്തിരുന്നു. തണ്ടൂർ റൊട്ടി, ഗാർലിക് നാൻ, അതുപോലെ തന്നെ മട്ടൺ റോഹൻ ജോഷ്. അതൊരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ മട്ടൺ ഡിഷാണ്. ഈ മട്ടൺ റോഹൻ ജോഷ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയോട് കൂടി വരുന്ന 2-3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉള്ള വലിയ മട്ടൺ പീസൊക്കെ ഉള്ള ഒരു ഡിഷാണ്. അപ്പോൾ എന്തായാലും 2 മട്ടൺ പീസും അതുപോലെ തന്നെ നല്ല തിക്ക് ഗ്രേവിയൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനാണെങ്കിൽ ഞാൻ തണ്ടൂർ റൊട്ടിയാണ് ആദ്യം എടുത്തിരിക്കുന്നത്. തണ്ടൂർ റൊട്ടി നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ചൂടോടുകൂടി കിട്ടിയതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ മുറിഞ്ഞു വരുന്നുണ്ട്. അത് ആ ഗ്രേവിയും കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളി സംഭവമാണ്. ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ മട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി മട്ടനാണ് കേട്ടോ. വലിയ പീസ് മട്ടൺ, നല്ല സോഫ്റ്റ്, നല്ല ടെൻഡറായിട്ടുള്ള സംഭവമായിരുന്നു. അത് എനിക്ക് ഈ റീസെൻ്റായിട്ട് കഴിച്ച വൺ ഓഫ് ദി ബെസ്റ്റ് മട്ടൺ ഡിഷായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ നാനുണ്ടല്ലോ, നല്ല ബട്ടർ നാനും കുട്ടിയൊക്കെ ഇത് കഴിച്ചു. നാൻ്റെ കൂടെയും നമ്മുടെ തണ്ടൂർ റൊട്ടിയുടെ ഒക്കെ തന്നെ അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവരൊരു ജ്യൂസ് തന്നിരുന്നു. അത് നമ്മുടെ ഈ പാനുണ്ടല്ലോ, നമ്മുടെ വെറ്റ, അതിൻ്റെയൊക്കെ ഫ്ലേവറുള്ള ഒരു അടിപൊളി സംഭവമായിരുന്നു. അങ്ങനെ നമ്മൾ പിഞ്ച് ഓഫ് സ്പൈസ് എന്ന ഫുഡെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ റിസോർട്ട് തിരിച്ചെത്തിയതിന് ശേഷം ഈ റിസോർട്ടിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന താജ് ആർട്ട് ഗാലറി എന്നും പറഞ്ഞ് മാർബിൾ ആർട്ട് വർക്കുകൾ അടങ്ങിയ ഒരു ഗാലറിയിലേക്കാണ് പോയത്. ആഗ്ര നഗരത്തിൻ്റെ ഒരു പ്രധാന വ്യവസായ ശൃംഖലയായി തന്നെ ഈ പ്യുവർ മക്രാന വൈറ്റ് മാർബിൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം പ്രോഡക്ട്സുകളുടെ വ്യവസായ നിർമ്മാണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ആർട്ട് ഗാലറിയിൽ ഇത്തരം മാർബിൾ പ്രോഡക്ട്സിൻ്റെ ഒരു വണ്ടർഫുൾ കളക്ഷൻ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്ട്സ് ഒക്കെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ്, അത്ര മനോഹരമായിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത്. ആഗ്രയിൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ തന്നെ വാങ്ങിക്കൊണ്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് താജ്മഹലിൻ്റെ മിനിയേച്ചർ മോഡൽസ്. ഇതിൻ്റെ വില വരുന്നത് ഇതിൽ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. ആ തരത്തിൽ പല വിലയ്ക്കുള്ള ഒരുപാട് താജ്മഹലിൻ്റെ മിനിയേച്ചർ മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്ന താജ്മഹലിൻ്റെ റിപ്ലിക്ക മോഡൽ എന്ന് പറയുന്നത് ഈ ആർട്ട് ഗാലറിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ വില വന്നിരിക്കുന്നത് 3,45,000 രൂപയാണ്. ഇത് എക്സാക്ട്ലി താജ്മഹൽ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഓരോ ആർട്ട് വർക്ക് അങ്ങനെ പ്രിസൈസ് ആയിട്ട് നോക്കി കണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടുത്തെ ആർട്ടിസ്റ്റ് നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, എന്തായാലും അതൊന്ന് കേൾക്കാം. Okay. The black palliums, this malachite, gems, this turquoise, the lapis lazuli. ഇപ്പം കാണിച്ചു തന്ന പലതരത്തിലുള്ള സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടാണ് പർച്ചിൻകാരി എന്ന് പറയുന്ന ഈ ഒരു പേർഷ്യൻ ആർട്ട് വർക്കിൽ ഈ മാർബിളിൽ പലതരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള വർക്കെല്ലാം ചെയ്തെടുക്കുന്നത്. ഇത് ഈ ഒരു സ്റ്റോൺ മാത്രമല്ല, പലതരത്തിലുള്ള ചിപ്സ് എല്ലാം അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ചിപ്സ് അവർ യൂസ് ചെയ്യുന്നത് ഈ ലൈറ്ററായിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് ചെറിയ സ്മോൾ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാനാണ്. Just one piece, mark cutting is this, scissor से मार्क हो गया इसका इस तरीके से. This one, वो सब कट करके फिक्स करेंगे. yes, मार्क हो गया. इसको कटिंग किया था मार्क. उसके बाद वो कटिंग करके इसमें अंदर Yes, फिक्स हमारा सीक्रेट ग्लू होता है. ओके. ये प्लास्टिक, हनी पाउडर, लिपस्टिक, ये सब लगा गन्ने का जूस, दाल. മാർബിളിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ചിസൽ ഉപയോഗിച്ച് ചിപ്പ് ചെയ്ത് കളയും. അതിനുശേഷം കരിമ്പിൻ ജ്യൂസ് എല്ലാം അടങ്ങുന്ന ഒരു സീക്രട്ട് ഗ്ലൂ ഉപയോഗിച്ചാണ് ഈ ചിപ്സ് എല്ലാം അവർ ഷേപ്പ് ചെയ്ത് ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. വളരെ ക്ഷമ വേണ്ട ഒരു വർക്കാണിത്. कितना पीस होगा इसके अंदर? ये मेरे ख्याल से मेरे आंखों में 10 के अंदर ही दिखाई दे रहा है. 7 पीस है. 7 पीस है. ये अनकम्प्लीट है, अलग अलग शेपिंग किया था. ये बनाने के लिए कितना टाइम लिया? ये ताजमहल ये तो टाइम बहुत लगता है, बहुत लगता है, सालों लगता है. साल से ज्यादा. साल से ज्यादा. ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നെന്നാണ് അവർ പറയുന്നത് ഈ ഒരു വലിയ താജ്മഹലിൻ്റെ മാതൃക ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
ഇവിടുത്തെ താജ് ഗാലറി ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചെന്ന് തന്നെ പറയാൻ പറ്റും. ബ്യൂട്ടിഫുൾ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് താജ് റിസോർട്ടിലെ കോംപ്ലിമെൻ്ററി ബഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ഗസ്റ്റ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നല്ല ഭംഗിയിൽ റെസ്റ്റോറൻറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്താണ് കഴിക്കാനുള്ളതെന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കുറച്ച് ഹെൽത്തി ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. പയർ മുളപ്പിച്ചതും അതുപോലെ കടല മുളപ്പിച്ചതുമാണ്. അതുകൂടാതെ ചോക്ലേറ്റ് കപ്പ് കേക്ക് ഇരിപ്പുണ്ട്. ഗുജറാത്തി ഡിഷായ ഡോക്ലയാണ് ആ മഞ്ഞ കളർ കാണുന്നത്. പിന്നെ പലതരത്തിലുള്ള ബൺസ് ഇവിടെ ഇരിപ്പുണ്ട്. പലതരത്തിലുള്ള സാലഡ്സ് ഉണ്ട്. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുള്ളവർക്ക് കോൺഫ്ലേക്സും പാലും ബ്രെഡും ബട്ടറും ജാമും അതുപോലെ പുഴുങ്ങിയ മുട്ടയൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ ചിക്കൻ സോസേജും ഉണ്ട് കേട്ടോ. അതൊക്കെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ കേക്ക് അവൈലബിൾ ആണ്. അതിനുവേണ്ട ഹണിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കോണാണ്. കോണും അതുപോലെ ഗ്രീൻ പീസും കൂടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി ആണെങ്കിൽ നല്ല ഫ്രഷാണ്, നല്ല ആവി പറക്കുന്ന ഇഡ്ഡലി ഇരിപ്പുണ്ട്. അതുപോലെ സാമ്പാറുണ്ട്. പക്ഷേ സാമ്പാർ കണ്ടിട്ട് അത്ര ലുക്കൊന്നുമില്ല. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ചട്നി ഉണ്ട്. തേങ്ങാ ചട്നിയാണിത്. അതും നല്ല ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ടൊമാറ്റോ ചട്നി, അത് കണ്ടിട്ട് നല്ല എരിവുള്ളതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നൂഡിലാണ്. ഇത് നമ്മുടെ നോർമൽ മാഗി നൂഡിൽസ് ഉണ്ടല്ലോ, അത് വെജിറ്റബിൾ ഇട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പോഹ, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡെലിക്കസിയാണ്. നമ്മുടെ അവിലുണ്ടല്ലോ, മസാലയും കുറച്ച് നട്ട്സും അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പോഹ. അതും ഇരിപ്പുണ്ട്. അതല്ലാതെ ജീര ആലു, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ കുറച്ച് മസാല എല്ലാം ചേർത്ത് ഡ്രൈ റോസ്റ്റ് കണക്കാക്കി വെച്ചിരിക്കുന്നതാണ്. അത് അത്യാവശ്യം നല്ല ഒരു സംഭവം തന്നെ ആയിരുന്നു. പിന്നെ ചപ്പാത്തി ഉണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ചപ്പാത്തിയാണ്. ഞാനെന്തായാലും അത് ട്രൈ ചെയ്യാനും പോയില്ല. പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും ഒരു നല്ല തന്നെയായിരുന്നു. നമ്മുടെ ഈ ഇഡ്ഡലി സാമ്പാർ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. എൻ്റെ അവിടെ നിന്ന് ചട്നിയൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ സോസേജും ഒക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഇത് നമ്മുടെ ഡോക്ലയാണ്, ഗുജറാത്തി ഡിഷായ ഡോക്ല. ഒന്ന് കഴിച്ചു നോക്കട്ടെ. പക്ഷേ ഈ ആക്ച്വൽ ഡോക്ല ഇങ്ങനെയല്ലെന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത്. ഡോക്ല ഇതിനെക്കാട്ടി നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യണ്ട. ഡോക്ല ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നല്ല ഡ്രൈ ആണ്, അകം ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഡോക്ടറുടെ പരാജയത്തിന് ശേഷം പോഹയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ കൂടുതൽ കഴിച്ചിട്ടില്ലാത്ത ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്തതിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പോഹ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ലുക്കൊക്കെയാണ് പോഹയ്ക്കുള്ളത്. പോഹ കേട്ടോ, പീനട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്പൈസിയാണ്, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനം ഞാൻ രണ്ടാമത് എടുത്ത് കഴിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ എടുക്കാത്ത നൂഡിലെടുത്തു. അത് എടുക്കണ്ടായിരുന്നു തോന്നി. ഇതിനെക്കാട്ടി നന്നായി നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി കഴിക്കുന്ന സംഭവമാണ്. പിന്നെ ഒരു ബ്ലാക്ക് ടീ കുടിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ ആഗ്രയിൽ താമസിച്ച നമ്മുടെ ഹോട്ടൽ താജ് റിസോർട്ടിനെ കുറിച്ചും അതുപോലെ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ പിഞ്ച് ഓഫ് സ്പൈസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ ഇനി ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ആഗ്രയിലെ കുറച്ച് സൈറ്റ് സീയിങ്ങിനായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ ഇനി വരുന്ന ആഴ്ചകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വീഡിയോ കാണാം. ഷാബിൻ ജില്ലക്കാടൻ സാരിക്കാം.